ഒരു വ്യക്തിയാണ്. ഒരു ഉഗ്രം കോമ്പിനേഷനാണ്, ഇന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. ഹനീഫ് ഖാനെ കുറിച്ച് ഓർമ്മകളൊന്നും ചേട്ടാ, 16 വർഷങ്ങൾക്ക് ശേഷമാണ് അവരൊരു വീട് ഒരു വീടുണ്ടാകുന്നതിന് വലിയ ഭാഗ്യമല്ലേ? 16 വർഷം മുമ്പൊക്കെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഓർമ്മകളൊന്ന് പങ്കുവെക്കാം. ഓർമ്മകളൊന്ന് പല ഒരു ദിവസം ഞാൻ ഈ അസിസ്റ്റന്റ് അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള കൂടുതലും എല്ലാ സിനിമകളും മിക്കവാറും സിനിമകളും, പിന്നെ സംവിധാനം ചെയ്തിട്ടുള്ള എനിക്ക് ജീവിച്ചിരുന്ന കാലം വരെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും മിക്കവാറും സിനിമകളും, പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നടന്നിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള എല്ലാ വലിയ കാര്യങ്ങളും, എൻ്റെ വിവാഹമായാലും എൻ്റെ കുട്ടികളുടെ മാമോദിസ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്കവിടെ സാന്നിധ്യം ഇല്ലാത്ത, അത് ചിലപ്പോൾ രാത്രി ലേറ്റ് നൈറ്റ് ആയാലും വരും. എനിക്കൊന്ന് എൻ്റെ കല്യാണത്തിന് തന്നെ അദ്ദേഹം വന്നിട്ട് ലേറ്റായിട്ടാണ് വന്നത്. എനിക്ക് ഒരു വെളുപ്പിന് 2:30-3 മണി വരെ അതായിരുന്നു വർത്തമാനം പറഞ്ഞ് സംസാരിച്ച്. അപ്പോൾ വളരെ രസം. ചിലപ്പോൾ ഓർക്കും നമ്മൾ ഞാൻ പറഞ്ഞു ഒരു വളരെ എന്നാ പറയണ്ടേ, ഇത്രയും സഹപ്രവർത്തകരോട് ഇത്രയും ഒരു എന്നാ പറയണ്ട ഒരു ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഒരു എൻ്റെ കമ്മിറ്റ്മെൻറ്റാണ് അവിടെ പോകേണ്ടതെന്നും അവിടെ പങ്കെടുക്കേണ്ടതെന്നും അങ്ങനെ ഒരു സ്വഭാവം കാണിച്ചിട്ടുള്ള സിനിമാ പ്രവർത്തകർ വളരെ കുറവാണ്. പണ്ട് നമ്മളൊക്കെ പിന്നെ എന്നെപ്പോലുള്ള ആളുകൾ അന്ന് അസിസ്റ്റൻ്റായിട്ട് അസോസിയേറ്റായിരുന്നവരൊക്കെ വിചാരിക്കും നമ്മുടെ കല്യാണത്തിന് ആരും വന്നില്ലെങ്കിൽ അനീഫ് ഖാൻ വരും എന്ന് വിചാരിക്കും. കാരണം സിനിമാ സ്റ്റേഴ്സ് വരിക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഞാനൊക്കെ അസോസിയേറ്റ് ആയിരുന്നപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ട്. 30 മുമ്പ് കല്യാണം കഴിച്ചു. അപ്പോൾ അനീഫ് ഖാൻ്റെ എപ്പോഴും അനീഫ് ഖാൻ ഉണ്ടാവും. ഒരു ഫംഗ്ഷൻ അതാരുടെ വലിപ്പച്ചെറുപ്പം നോക്കാതെ അനീഫ് ഖാൻ വരുമായിരുന്നു. എനിക്കാൻ പറയല്ല, എനിക്കൊരു തന്നെ പറയണ്ടേ, എൻ്റെ CD മൂസയായാലും എല്ലാ സിനിമയിലും ലാസ്റ്റ് പട്ടണത്തിൽ പോലും വന്നു അദ്ദേഹമായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം മരണപ്പെട്ടു. എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു സഹോദരനെ പോലെ തന്നെയാണ്. പിന്നെ അവനൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചിയും പിള്ളേരായിട്ട് അങ്ങനെ വല്ലപ്പോഴും ഒരു സ്ഥലത്ത് വെച്ച് എൻ്റെ അവസാനം കുറച്ചാൾ മുമ്പാണ് ചേച്ചിയും പിള്ളേരും ദിലീപിൻ്റെ വീട്ടിൽ വെച്ചാണ് കാവ്യൊക്കെ ആയിട്ട് കണ്ടത്. കാവ്യയുടെ അച്ഛൻ മരിച്ച സമയത്ത് അപ്പോഴാണ് പിന്നെയും ഒരു ഇതായത്. ചേച്ചി ഓർമ്മത്തെയും എൻ്റെ ഹൗസ്വാമിനെ എനിക്ക് വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം, സമാധാനം. അല്ലെങ്കിൽ അനിപ്പയ്ക്ക് കടമൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് തീർക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇത് എന്നെയുള്ള ഫംഗ്ഷനൊക്കെയാണ് എന്നെ പുറത്ത് വിളിക്കുമല്ലോ, അത് അവർക്കും ഒരു സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് ഇതുപോലെ ഭവനം പ്രത്യേകിച്ച് ചേച്ചിക്കും കുട്ടികൾക്കും ഒരുങ്ങിയതിൽ. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ്. ഈ വീട്ടിലെല്ലാ ഐശ്വര്യങ്ങളും ആ കുടുംബത്തിന് ഉണ്ടാവട്ടെ. എന്തായാലും ഞങ്ങളുടെയൊക്കെ സജീവ പങ്കാളിത്തം എല്ലാ അവരുടെ തുടർന്നുള്ള ഭാവിയിലെല്ലാം നമ്മുടെ എല്ലാ ഫംഗ്ഷനുകളിലും അല്ലാതെയും എല്ലാം ഞങ്ങളുണ്ടാവും കൂടെ. പരിഭവങ്ങളില്ലാതെ ക്ഷമയോടുകൂടി എൻ്റെ പെങ്ങളും മക്കളും കാത്തിരുന്നു. 16 വർഷം കാത്തിരിക്കാൻ കാരണം ഹനീഫ് ഖാൻ
വലിയൊരു ആഗ്രഹമായിരുന്നു അനീഫ് ഖാൻ്റെ സമ്പാദ്യം കൊണ്ട് തന്നെ. ചില ലീഗൽ ഇഷ്യൂസ് കാരണം മക്കളൊക്കെ പ്രായത്തിൻ്റെ 18 വയസ്സിൻ്റെ ആ ഒരു ഇഷ്യൂസ് കാരണം കുറച്ച് നീണ്ടുപോയി. പക്ഷെ ഇന്നെല്ലാം കഴിഞ്ഞ് അനീഫ് ഖാൻ്റെ തന്നെ സമ്പാദ്യം കൊണ്ട് ഇവർക്കൊരു വീട് നിർമ്മിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ സന്തോഷത്തിലാണ് പറയുന്നത്. എന്താ പറയാനുള്ളത്? അതിന് വളരെയധികം സന്തോഷം. അനീഫ് ഖാൻ ആഗ്രഹിച്ച പോലെ തന്നെ കുറച്ച് സമയമെടുത്ത് എന്നാലും അനീഫ് ഖാൻ്റെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് ആ ഒരു വിജയത്തിലേക്ക് വരാൻ പറ്റി. പിന്നെ അനീഫ് ഖാൻ ആഗ്രഹിച്ച പോലെ ആ ഒരു പേരും ഇവിടെ ഉപ്പാന്റെ പേരല്ലേ? അപ്പച്ചിയുടെ പേരാണ്. ചേട്ടാ ദിലീപേട്ടൻ വന്നിരുന്നു അല്ലേ? ദിലീപേട്ടൻ രാവിലെ ഉണ്ടായിരുന്നു. ദിലീപേട്ടനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു സാമ്പത്തിക സഹായമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കടം വിടാം. പക്ഷേ ദിലീപേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തോടൊപ്പം എല്ലാമായിരുന്നു. താങ്ങും തണലും കാവലും കരുതലുമായിരുന്നു. ഇവരൊക്കെ ഈ കുടുംബത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. ദിലീപേട്ടൻ പറയുന്ന സമയത്ത് ഇപ്പം അഭിമാനിയാണ് അങ്ങനെയൊക്കെ അനീഫ് ഖാനെ കുറിച്ച് പറയുമ്പോൾ ദിലീപേട്ടൻ ഈ കുടുംബത്തെ സമീപിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഫ് ഖാൻ്റെ ഒരു കാറ് ഉണ്ടല്ലോ, ഇനോവ കാർ, അത് എൻ്റെ സെറ്റിൽ ഞാൻ ഉപയോഗിക്കാം. അതിലൂടെ ദിലീപേട്ടൻ മനസ്സിലാക്കുന്നതും അതായത് ഈ ഒരു കുടുംബത്തിന് പ്രതിമാസം ഒരു വരുമാനം ഉണ്ടായിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ ദിലീപേട്ടൻ്റെ ആ ഒരു അനീഫ് ഖാൻ്റെ സമീപനം ആ ഒരു സെറ്റിൽ കാണുന്നത് ഇത് 1-2 മാസമല്ല, എല്ലാവരും വരും ചെയ്യും 1-2 മാസം, 16 വർഷം ഒരു മാസം പോലും തെറ്റാതെ ദിലീപേട്ടനെ കുറിച്ച് വിഷമമായിട്ട് നിങ്ങളൊക്കെ അറിയുന്ന കാര്യമാണ്. ആ സമയത്ത് പോലും ഈ കുടുംബത്തെ നോക്കിക്കൊള്ളണമെന്ന് അപ്പുണ്ണി മാനേജറോട് പറഞ്ഞിട്ട് ആ 3 മാസം പോലും ഇവരെ വണ്ടി ഓടിയെന്നാണ്. കാരണം താങ്ങും തണലുമാണ്. എന്ത് സന്തോഷത്തിനും ഇവരെ എന്ത് സങ്കടങ്ങൾക്കും നിറസാന്നിധ്യം. അവിടെയാണ് ഒരു വിളി അകലെയാണ്. ഇന്നും രാവിലെ ഈ വീട്ടിൽ ഏറ്റവും ഫസ്റ്റ് എത്തിയത് ദിലീപേട്ടനാണ്. ഞാൻ എത്തുന്ന മുമ്പ് ആ കാറിലൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ദിലീപേട്ടൻ 1 മണിക്കൂർ കാത്തു നിന്നു. പള്ളിയിൽ ബാങ്ക് കൊടുത്താണ് ഞങ്ങൾ കയറിയത്. ഇത്രയും ആ കുടുംബത്തോട് കൊണ്ടാണ് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയും. എന്താ പറഞ്ഞത് ദിലീപേട്ടൻ വന്നിട്ട്? ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹനീഫ് ഖാൻ എന്നോട് ചെയ്ത എന്തൊക്കെ ഉപകാരമുണ്ട് അതിനൊരു അംശം പോലും ഞാൻ തിരിച്ച് ചെയ്തിട്ടില്ല ഫിറോസ് എന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത്രയും ഒരു ബന്ധമാണ് അവർ തമ്മിലുള്ളത്. ഇന്നിപ്പോ അശോകട്ടൻ പോയ സമയത്ത് തന്നെ ഒന്നും സംസാരിക്കാൻ വേണ്ടി പറ്റില്ല. നല്ല ഇമോഷണൽ. ഈ ഒരു കുടുംബം അനീഫ് ഖാന്റെ കുടുംബത്തെ വെച്ചാൽ മലയാളികൾ സ്നേഹത്തോടെ നെഞ്ചിലേറ്റ കുടുംബമാണ്. അവരെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയും എവിടെ പോയിട്ടുണ്ടെങ്കിലും എന്നോടൊക്കെ ചോദിക്കല് അനീഫ് ഖാന്റെ ഭാര്യയും മക്കളും സുഖാണ്. അത്രയും ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു വേറൊരു ഞാൻ കണ്ടിട്ടില്ല. അത്രയും സ്നേഹമായിരുന്നു. സഫ മറവ എന്ന പേര് പോലും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് അനീഫ് ഖാന്റെ ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ അനീഫ് ഖാന്റെ ഒരു ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ തന്നെയാണ്. അത്രയും പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരെയും ഒരേപോലെ കുടുംബത്തിനെ ആയാലും എല്ലാം ഒരേപോലെ കണ്ടിട്ടുണ്ട്. ഒരിക്കലും മലയാളികൾക്ക് മറക്കാൻ പറ്റാത്തൊരു മുഖം കൂടിയാണ് അനീഫ് ഖാന്റെ. അത്രയും അനീഫ് ഖാൻ വേറെ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കാണുന്ന അനീഫ് ഖാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്ടർ, ഒരു ആക്ടർ. പക്ഷേ ഇത് ദിലീപേട്ടനൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ മോർണിംഗ് ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ പിന്നിൽ ബിഹൈൻഡ് ദ സ്ക്രീന് അനീഫ് ഖാൻ്റെ ഒരു ഇടപെടൽ, അതായത് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഇടപെടൽ, അത് ശരിക്കും അതിൻ്റെ ഒരു അഭാവം ഇപ്പോൾ കാണിക്കുന്നുണ്ടെന്നാണ് ദിലീപേട്ടൻ ഇന്ന് രാവിലെയും കൂടിയും പറഞ്ഞത്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. എല്ലാവരും ഒരുമിച്ച് കൂടണമെന്നുള്ളൊരു ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു അനീഫ് ഖാൻ. എന്തായാലും ഇപ്പോൾ പുതിയ വീടായി, എന്താ പറയാനുള്ളത്? ഡിസൈന് കാര്യങ്ങളൊക്കെ എങ്ങനെ? അനീഫ് ഖാന്റെ മക്കൾ സഫ മറുപടി ഡിസൈൻ ചെയ്തിട്ട് ഒരു തീം ഉണ്ടായിരുന്നു, വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അനീഫ് ഖാന്റെ എന്തെങ്കിലും ഒരു കഴിവ് അവർക്ക് ഉണ്ടാവുമല്ലോ. അതെ, ഒരാൾ CA, ഒരാൾ CS പഠിക്കാൻ. അതൊക്കെ അനീഫ് ഖാന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. CS പഠിക്കാനൊക്കെ രണ്ടുപേരും, ഒരാൾ CA, ഒരാൾ CS പഠിക്കാം. അനീഫ് ഖാന്റെ ആഗ്രഹം പോലെ തന്നെ നടന്നു എന്നുള്ളതാണ്. എന്തായാലും നല്ല സന്തോഷം ഭയങ്കരമായിട്ട്. നിങ്ങളോട് അങ്ങോട്ടും നന്ദിയുണ്ട്. കാരണം എന്നും അനീഫ് ഖാന്റെ വിശേഷങ്ങൾ എത്തിച്ചിരിക്കുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും എന്നും നിങ്ങളെ ഓർമ്മയിലും അനീഫ് ഖാൻ കുടുംബവും ഉണ്ടാവണം. ഞങ്ങളെ കുട്ടിക്കാലം മനോഹരമായി തീർത്ത അനീഫ് ഖാൻ. അപ്പോൾ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റൂല ആളെ. അടിപൊളിയാണ്. അടിപൊളിയാണ്. താങ്ക് യു. ഫുഡ് എന്തായാലും